ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് ഗോവൻ ഡെസേർട്ട് ആയിട്ടുള്ള ബെബിൻ കേയുടെ റെസിപ്പിയായിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. ഒരിക്കൽ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം സിമ്മിലോട്ട് വെച്ചിട്ട് കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് മെൽറ്റായിട്ട് കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമേ. ഇപ്പോൾ ആ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിക്കലുള്ളതൊക്കെ പഞ്ചസാരൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ഇതുപോലെ അങ്ങ് നീക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മെൽറ്റായിട്ട് കുറച്ച് ഡാർക്ക് കളറായിട്ടാട്ടോ നമുക്ക് കിട്ടേണ്ടത്. എന്നാലും കരിഞ്ഞു പോകാനും പാടില്ല, ടേസ്റ്റ് ഒന്നും മാറാനും പാടില്ല, ആ ഒരു രീതിക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈമും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റായിട്ട് പതഞ്ഞൊന്ന് വരട്ടെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്നങ്ങ് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒഴിക്കുന്നതോട് കൂടിയിട്ട് അതൊന്ന് കട്ടിയായിട്ട് വരും. പക്ഷേ അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമേ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ടൈം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഓവനിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നന്നായിട്ട് ചൂടായിട്ട് വരിക. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പോളം നല്ല കട്ടിയുള്ള ഫസ്റ്റ് തേങ്ങാപ്പാലില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 കപ്പോളം തേങ്ങ ചെരുവി എടുത്തിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടിയാക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. അങ്ങനെ എനിക്ക് 2 കപ്പോളം 250 ml കപ്പിന് 2 കപ്പോളം തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 5 കോഴിമുട്ടയാണ്. അതിൽ നമുക്ക് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് 2 പോർഷനാക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ യെല്ലോ പോർഷൻ മാത്രമാണ് നമുക്കിതിലേക്ക് വേണ്ടത്, വൈറ്റ് പോർഷൻ വേണ്ട. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒടിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ യെല്ലോ അങ്ങ് എടുക്കുന്നുണ്ട്, വൈറ്റ് അങ്ങ് മാറ്റിയെടുക്കാൻ കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കൈവച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് യെല്ലോ പോർഷൻ മാത്രം മതി, വൈറ്റ് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതായത് പോലെ രണ്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രൈ ആക്കി എടുക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ യെല്ലോ മാത്രം മതി ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് വെനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലെടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി ഒരു മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഞാനൊരു 250 ml കപ്പിന് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജാതിക്കയുടെ പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ട് തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാലിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഈ ഒരു മൈദയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുള്ള അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തിയിട്ട് പോകും. അതുകൊണ്ടാണ് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു 3 കപ്പോളം തേങ്ങാപ്പാലാണ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ മുട്ടയുടെ, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം 250 ml കപ്പിന് 1 കപ്പോളം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് താഴ്ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക കേട്ടോ, തരികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, ഒട്ടും തരികളൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഈ തേങ്ങാപ്പാലുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ തന്നെ നമുക്കൊരു 2 പിഞ്ചോളം ഉപ്പും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ, നമ്മൾ നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. ഏകദേശം നമ്മൾ മോര് വെള്ളത്തിൻ്റെ ഒക്കെ പോലെ തീരെ കട്ടില്ലാട്ട് നൈസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊരു 2 പോർഷൻ ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ 2 ഈക്വൽ പോർഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപോലത്തെ 2 ബൗളിലും ഈക്വൽ ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, നമുക്ക് ഒരേ അളവിലാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 പോർഷൻ ആക്കി വെച്ചിരുന്നു. ഒരു പോർഷൻ നമുക്ക് ഈ ഒരു കാരമലൈസ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടും ഒരേപോലെ അങ്ങ് ആക്കിയെടുത്തതാണ് ഇതുപോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ടും ഒരേ അളവിലായിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഡാർക്ക് കളറ് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞത്. നമ്മൾ കാരമലൈസ് ചെയ്യുന്ന ടൈമിലിട്ട് അത് വെച്ചിട്ട് കരിഞ്ഞു പോകാനും പാടില്ല. ഇനി അത് മിക്സ് ചെയ്തൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ടീനാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടീന് വെച്ച് ചെയ്തെടുക്കാൻ, ഈ സ്റ്റീൽ പാത്രം ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാത്രം ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് നെയ്യൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ലാസ്റ്റിൽ ഇത് കമഴ്ത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അങ്ങ് പോരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള മിക്സ് ഇല്ലേ, ആ ഒരു മിക്സിൽ നിന്ന് ഞാൻ ഓരോ തവിയായിട്ട് ഇതുപോലത്തെ ഒരു തവിക്ക് കേട്ടോ, നമുക്ക് രണ്ടിലും ഒരേ അളവിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ കട്ടി മാറി വരും കേട്ടോ. അപ്പോൾ എടുക്കുന്ന ആ പോർഷൻ നമ്മൾ അത്യാവശ്യം ആ ഒരു ഒരേ അളവിലാക്കി നോക്കുക. അത് താഴ്ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്പട്ടി ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതിന് സെൻട്രലാക്കിയിട്ട് തന്നെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിന് സെൻട്രലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ചെരിവൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് കട്ടി ഒരു ഭാഗത്തേക്ക് കട്ടില്ലാണ്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിന് സിമ്മിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ നല്ലപോലെ സെറ്റായിട്ട് വരുവേ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നല്ല പോലെ ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ എടുത്തിട്ടാണ് ഒന്ന് ചെയ്ത് തരുന്നത് കേട്ടോ. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ നെയ്യ് ഒന്നും കൂടെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ലെയേഴ്സ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു തവി നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒരു തവിയായിട്ട്, ഒരു മാവിന്ന് ഒരു തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തതൊക്കെ ഇനി അതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നെയ്യ് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഒരു തവി മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ലെയേഴ്സ് ഉണ്ടാകുമ്പോഴാട്ടെ ഏറ്റവും നല്ലത്. ഒരു 8 ലെയറെങ്കിലും ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഇനി അടുത്തത് ഞാൻ ആ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ള ഒന്നാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ മാറിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. താഴ്ഭാഗത്ത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള വൈറ്റ് പോർഷന് നമ്മൾ ഒരു മാവിൻ്റെ ആ ഒരു പോർഷനാണ് ഒഴിച്ചു കൊടുത്ത്. പിന്നെ മൂന്നാമത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനായിട്ട് ഒഴിച്ചു കൊടുത്ത്. ഇതുപോലെ ഇങ്ങനെ മാറി റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് പോർഷനാട്ടോ ഒഴിക്കാനുള്ളത്. ബാക്കിയെല്ലാം ഒഴിച്ച് ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ സെൻറ്ററൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് വരും കേട്ടോ. അത് നമ്മൾ കുറച്ച് ടൈം പുറത്ത് വെക്കാതെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് താന്ന് വരും. പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അനുസരിച്ചിട്ട് ടൈം എടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക നെയ്യ്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മാവും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. മൊത്തമായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാ പോർഷനും നമ്മളിതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ ബെബിൻക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തണുക്ക് വരണം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ളായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഏകദേശം ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തിനെയും യൂസ് ചെയ്തിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് അങ്ങ് വിരിയിച്ച് കൊടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഒരു ക്യൂൻ ഓഫ് ഗോവൻ ഡെസേർട്ട് എന്നാണ് ഈ ഒരു ബെബിൻകേനെ പറയുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നായിട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അതിന് ലേസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ നല്ല ലേയേഴ്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.